Assalamualaikum. Hello everyone. Namaskaram. Welcome to Serve It Like Shani. Today, we are on a trip to the Scotland of Asia, Vagamon. Vagamon is located 1,100 meters above the sea level and famous for its greenery. ഞാൻ എത്തിയിട്ടുള്ളത് ഇത് കണ്ടില്ല, വിന്റർ വെയിൽ റിസോർട്ടിലാണ്. വാഗമണിലുള്ള വിന്റർ വെയിൽ റിസോർട്ട്. ഇന്നത്തെ ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഫാമിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിന്ന് ഡിഷ് ചെയ്യാൻ പോകുന്നത്. ഒരു പെപ്പർ ചിക്കൻ തവ ഫ്രൈ, ഇവിടുത്തെ പച്ചക്കുരുമുളക് വെച്ചിട്ടൊരു തവ ഫ്രൈ. അപ്പോൾ ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റാണ്. ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാമർ വെച്ചിട്ടോ നന്നായിട്ട് ചതച്ചെടുത്ത ചിക്കൻ ബ്രസ്റ്റ്. പിന്നെ വേണ്ടത് പച്ചക്കുരുമുളകാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുത്തെ ഫാമിൽ നിന്ന് പറിച്ചെടുത്തതാണ്, ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കുരുമുളക്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഫുൾ കപ്പ് വേണമെന്നില്ല, ഒരു 1/2 കപ്പ് മതിയാവും. ഒരു 5-6 എണ്ണം ആവശ്യത്തിന്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ക്യൂമിൻ, ചെറിയ ജീരകം. പിന്നെ വേണ്ടത് ജിഞ്ചറാണ്. ജിഞ്ചർ പീസ് ആക്കിയിട്ടുണ്ട്, അത് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ. പിന്നെ വേണ്ടത് ഗാർലിക്കാണ്, അതും ഒരു 2 ടീസ്പൂണ്. രണ്ടും ഈക്വൽ എടുക്കണം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു 2-3 പച്ചമുളക്. എരിയുള്ളതാണെങ്കിൽ 2 എണ്ണം മതി, അല്ലെങ്കിൽ 3 എണ്ണം യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് അത്യാവശ്യത്തിന് ഓയിൽ, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും തവ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ലെമണിൻ്റെ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈരാണ്. പിന്നെ സോൾട്ട്, ഒരു 1/2 ടീസ്പൂണ് ടർമറിക് പൗഡർ. പിന്നെ വേണ്ടത് അത്യാവശ്യത്തിന് കറി ലീവ്സാണ്. ഇതും ഞാൻ ഇവിടുത്തെ ഫാമിൽ നിന്ന് പൊട്ടിച്ചെടുത്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെ തവ ഫ്രൈന് ആവശ്യമായിട്ടുള്ളത്. ഇനി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻസ്. പച്ചക്കുരുമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി 2 ടീസ്പൂണ്, ജിഞ്ചർ 2 ടീസ്പൂണ്, ക്യുമിൻ 1/2 ടീസ്പൂണ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 5-6 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു 3 തണ്ട് അല്ലെങ്കിൽ 2 തണ്ട് ആവശ്യത്തിന് വേപ്പില. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലൈമിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈര് 1 ടീസ്പൂൺ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പ്രിപ്പയർ ചെയ്ത ഈ മസാല നമ്മൾ ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാൻ ഒന്നും കൂടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചിക്കൻ വരഞ്ഞെടുത്തിട്ടുണ്ട്, ചതച്ചത് കൂടാതെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മസാലയൊക്കെ ഉള്ളിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകൾ യൂസ് ചെയ്യണം നല്ലത്. സ്പൂൺ യൂസ് ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് മസാല ഒന്നും ഉള്ളിലേക്ക് ആക്കാൻ പറ്റില്ല. അങ്ങനെ ചിക്കനിലൊക്കെ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാരിനേഷൻ ചെയ്ത് വെക്കാം. എന്നാലുള്ള ആ ചിക്കനിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരാം. അതിനുശേഷം നമുക്ക് തവ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു തവ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം.
ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഫ്ലെയിം വളരെ ചെറിയ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ഒരു 12 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഒരുവിധമൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ആയിട്ടുണ്ട് ചിക്കൻ എന്ന്. 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. സെക്കൻഡ് ബാച്ചും നമുക്ക് സെയിം പ്രൊസീജിയർ യൂസ് ചെയ്ത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കുരുമുളക് ചിക്കൻ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഓയിലൊന്നും ഇല്ലാത്ത കാരണം എല്ലാ പ്രായക്കാർക്കും സ്യൂട്ടായിട്ടുള്ളതും. There are more to tell about Winter Vale Resort. A tea plantation turned into a resort is situated in 30 acres and maintains an eco-friendly environment without harming the beauty of nature. They have different types of cottages for couples and even for the groups. The kids can also enjoy their day out. They have a very clean, spacious and hygienic restaurant where you can enjoy your delicious appetite. An early morning view from our cottage speaks more about how much you are indulged with the nature during a stay in Winter Vale. Vagamon is also known for its misty, vast meadows. Another attraction is the pine forest. We had a warm, cool, environment-friendly stay and time at Vagamon. And hope you will explore the same during your next vacation.